Once again, all of you, welcome back to my YouTube channel. My name is Adra. So nowadays we are discussing the second chapter of CBSE class 7th students, and our chapter name is Physical and Chemical Changes. So in our previous class we discussed one activity given in your textbook. So today also we are going to discuss the next activity given in your textbook, and the activity number is 7. So the chapter, according to new textbook, the chapter number is 5 and the previous year's textbook chapter number 6. ഓക്കെ, അപ്പൊ പഴയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ചാപ്റ്റർ നമ്പർ 6ഉം പുതിയ ടെക്സ്റ്റ് ആണെങ്കിൽ ചാപ്റ്റർ നമ്പർ 5 ആയിട്ടാണ് അത് വരുന്നത്. അതിനകത്ത് 7ാമത്തെ ആക്ടിവിറ്റി ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫോർ ദാറ്റ് ആക്ടിവിറ്റി വി നീഡ് ഫസ്റ്റ് വൺ കോപ്പർ സൾഫേറ്റ്. ഓക്കെ, അതിനകത്ത് എന്ത് വേണം, കോപ്പർ സൾഫേറ്റ് വേണം. ദെൻ സെക്കൻഡ് വൺ അയൺ നെയിൽ, അതർവൈസ് ബ്ലേഡ്. ഒരു അയൺ നെയിൽ ഇരുമ്പാണ് അല്ലെങ്കിൽ ഒരു ബ്ലേഡ് ആണ് നമുക്ക് അതിന് വേണ്ടി വേണ്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു പ്രിപ്പയർ ദ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം, കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. കോപ്പർ സൾഫേറ്റ് വാട്ടർ ഡിസോൾവ് ചെയ്തതിന് ശേഷം അതിനകത്ത് എന്താ കുറച്ച് ഫ്യൂ ഡ്രോപ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ദെൻ വി നീഡ് ടു at that time we can observe the color is blue. അതിന്റെ കളർ എന്താണ്, ബ്ലൂ കളർ ആണ്. സോ ദ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ബ്ലൂ. Then we need to take a small amount of that copper sulfate solution in another test tube. അതിനകത്ത് നിന്ന് ആ ബ്ലൂ കളേർഡ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമുക്ക് മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ചെടുത്ത് മാറ്റി വെക്കണം. കാരണം ലാസ്റ്റ് കളറിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു കമ്പാരിസൺ നടത്തേണ്ട ആവശ്യം ഉണ്ട്. Then in that blue colored solution, the remaining solution, we need to dip one iron blade. ഓക്കെ, ഒരു നോർമൽ ബ്ലേഡ് നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യണം, ഡിപ്പ് ചെയ്ത് കൊടുക്കണം. സോ ഇത്രയുമാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. അതിനകത്ത് ഒരു 2-3 ഡ്രോപ്സ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് എന്ത് ചെയ്യണം, ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ട് കുറച്ചൊരു എമൗണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ മാറ്റിയതിന് ശേഷം ആ ബീക്കറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്ലേഡ് അതിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. ഇനി then half an hour we can observe that the blue color of that copper sulfate changes to green. അതിനകത്ത് ഉണ്ടായിരുന്ന ബ്ലൂ കളർഡ് കോപ്പർ സൾഫേറ്റ് എന്തിലേക്ക് ചേഞ്ച് ചെയ്തു, ഗ്രീൻ കളറിലേക്ക് ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം, ഇഫ് ദർ എനി കളർ ചേഞ്ച്, എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്, യെസ് ദർ ഈസ് വൺ കളർ ചേഞ്ച് ബിക്കോസ് ദാറ്റ് ബ്ലൂ കളർ ചേഞ്ചസ് ടു ഗ്രീൻ. ബ്ലൂ കളറിൽ എന്തിലേക്ക് മാറി, ഗ്രീനിലേക്ക് മാറി. Okay, after half an hour we can observe that the blue color of that copper sulfate changes to green. Okay, ആ ഒരു ഹാഫ് ആൻ അവറിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ബ്ലൂ കളേർഡ് ആയിട്ടുണ്ടായിരുന്ന ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഗ്രീനിലേക്ക് കൺവേർട്ട് ചെയ്തു. ബിക്കോസ് ദർ ഈസ് റിയാക്ഷൻ ബിറ്റ്വീൻ അയൺ ആൻഡ് കോപ്പർ സൾഫേറ്റ്. ഓക്കെ, അവിടെ എന്ത് തങ്ങൾ റിയാക്ട് ചെയ്തു, ആ അയണും കോപ്പർ സൾഫേറ്റും റിയാക്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് എന്ത് കളറിലേക്ക് കൺവേർട്ട് ആയത്, ഗ്രീൻ നിറത്തിലേക്ക് കൺവേർട്ട് ആയത്. ദെൻ ദർ ഈസ് വൺ ന്യൂ പ്രോഡക്റ്റ്, ദാറ്റ് വൺ ഈസ് അയൺ സൾഫേറ്റ്. ഓക്കെ, അപ്പം കോപ്പർ സൾഫേറ്റും അയൺ നെയിലും റിയാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് അയൺ സൾഫേറ്റ് എന്ന് പറയുന്നത്. ദ കളർ ഓഫ് അയൺ സൾഫേറ്റ് ഈസ് ഗ്രീൻ. അതുകൊണ്ടാണ് ആ ബ്ലൂ കളർ ചേഞ്ച് ചെയ്ത് എന്തിലേക്ക് മാറിയത്, ഗ്രീനിലേക്ക് മാറിയത്. ദെൻ we need to take that blade out from that solution. ആ സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ബ്ലേഡിങ് എടുക്കുകയാണെങ്കിൽ we can observe that some brownish deposit. ആ ബ്ലേഡിൽ എന്താണ്, ചില ബ്രൗണിഷ് ഡെപ്പോസിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബിക്കോസ് ദാറ്റ് വൺ ഈസ് കോപ്പർ. അതെന്താണ്, കോപ്പർ ആണ്. ദാറ്റ് വൺ അനദർ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ സെയിം റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ തന്നെ ഫോം ചെയ്യുന്ന മറ്റൊരു ന്യൂ പ്രോഡക്റ്റ് ആണ് കോപ്പർ എന്ന് പറയുന്നത്. സോ ദ റിയാക്ഷൻ we can mention here as copper sulfate plus iron gives iron sulfate plus copper. കോപ്പർ സൾഫേറ്റും അയൺ നെയിലും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, അയൺ സൾഫേറ്റും കോപ്പറും. What is the color of this copper sulfate solution? The color of copper sulfate solution is blue. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ നിറം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ബ്ലൂ ആണ്. Then we will get a green color solution. That one is iron sulfate. ഗ്രീൻ കളർ ആയിട്ട് അവിടെ ഫോം ചെയ്യുന്ന സൊല്യൂഷന്റെ പേര് എന്താണ്, അയൺ സൾഫേറ്റ് ആണ്. ആ ഗ്രീൻ കളറിന് കാരണം ഈ ആ ബ്ലേഡിന്റെ പുറത്തുള്ള ബ്രൗണിഷ് ഡെപ്പോസിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ that one is copper. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ആ റിയാക്ഷനിൽ പറയാനുള്ളത്. അപ്പൊ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ നിറം എന്തെന്ന് ചോദിച്ചാൽ ബ്ലൂ. ഇനി അയൺ സൾഫേറ്റ് സൊല്യൂഷന്റെ നിറം ഗ്രീൻ. ദെൻ what is that brownish substance indicate എന്ന് ചോദിച്ചാൽ that one is copper. അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ആ ആക്ടിവിറ്റിയിൽ എന്ത് പറയാനായിട്ട് ഉള്ളത്. അപ്പം റിയാക്ഷൻ നന്നായിട്ട് വായിച്ച് പഠിച്ചു വെക്കുക. ഞാൻ പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യലേക്ക്. നമുക്ക് അടുത്ത ക്ലാസ് വേണ്ടി കാണാം. താങ്ക് യു.